ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നാളെയും മറ്റന്നാളും ചുവപ്പ് ജാഗ്രത. വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം. മഞ്ഞപ്പിത്ത രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത കർശനമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം ഇന്ന് അവസാനിച്ചു. മറ്റന്നാളാണ് 5ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലും ഡൽഹിയിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ ബാരാബങ്കി മണ്ഡലത്തിൽ പര്യടനത്തിലായിരുന്നു. രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 സീറ്റുകളിലാണ് വിധിയെഴുതുന്നത്. ജൂൺ 1-നാണ് 7ാം ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ്. 6ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25-ന് നടക്കും. എല്ലാ ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ജൂൺ 4-നാണ്. കിർഗിസ്ഥാനിലെ ബിഷ്കക്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് ആൾക്കൂട്ട ആക്രമണം നടക്കുന്നതായി മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണെന്നും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കുമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അടിയന്തര സഹായത്തിനായി ഇന്ത്യൻ എംബസിയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 0555710041 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മെയ് 22ഓടെ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വടക്ക് കിഴക്കൻ ദിശയിൽ സഞ്ചരിച്ച് മധ്യ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റന്നാളും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും നാളെയും മറ്റന്നാളും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലയോര മേഖലയിലുള്ളവരും താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളതിനാലും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലും മലയോര, കായലോര മേഖലകളിലേക്ക് അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതം, ക്വാറിയിംഗ്, മൈനിംഗ് പ്രവർത്തനങ്ങൾ എന്നിവ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കൂടാതെ കടലോര പ്രദേശങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരവും നിരോധിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇടുക്കി മലങ്കര ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ഷട്ടറുകൾ തുറന്ന പശ്ചാത്തലത്തിൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകളും ഉയർത്തിയതിനാൽ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്കായി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നിർദ്ദേശങ്ങൾ നൽകി. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ടൂറിസം വകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. മഴ മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള സഞ്ചാരികൾക്ക് മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകാനും ടൂറിസം വകുപ്പിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. റെയിൽവേ ട്രാക്കിൽ ആനകൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്ന പാലക്കാട് കൊട്ടേക്കാട് ഭാഗത്ത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഗജരാജ സംവിധാനം സ്ഥാപിക്കാനൊരുങ്ങി റെയിൽവേ. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. തമിഴ്നാട്ടിലെ മധുക്കര മുതൽ കൊട്ടേക്കാട് വരെ തുടർച്ചയായ നിരീക്ഷണം സാധ്യമാകുന്ന വിധം 32 കിലോമീറ്റർ ദൂരത്താണ് ഗജരാജ് എന്ന പേരിൽ
എലിഫന്റ് ഇൻക്ലൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം റെയിൽവേ സ്ഥാപിക്കുന്നത്. 15.42 കോടി രൂപ ചെലവിലാണ് റെയിൽവേ പദ്ധതി നടപ്പാക്കുക. വനത്തിനുള്ളിലൂടെയുള്ള ട്രാക്കുകളുടെ 40 മീറ്റർ പരിസരത്തെത്തുന്ന ആനകളുടെ സാന്നിധ്യം ലേസർ സെൻസർ വഴി സ്റ്റേഷൻ മാസ്റ്റർക്കും ലോക്കോ പൈലറ്റിനും ഉടൻ അറിയാവുന്ന വിധമുള്ള സംവിധാനമാണ് നടപ്പിലാക്കുക. ഇതുവഴി ആനകൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന്ധ്രയിലെ അലിപ്പൂർ ദ്വാർ ഡിവിഷനിൽ ആരംഭിച്ച സംവിധാനം ചില കിഴക്കൻ സംസ്ഥാനങ്ങളിലും വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പാലക്കാട് ഡിവിഷനിലും പദ്ധതി പരീക്ഷിക്കാൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. നടപടികൾ ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 5 കോടിയോളം രൂപ ചെലവിൽ പ്രദേശത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്ത രോഗവ്യാപനത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കരൾ വീക്കത്തിന് കാരണമാകുമെന്നതിനാൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രോഗവ്യാപനത്തെ തുടർന്ന് ഭക്ഷ്യസ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുകയും ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വെസ്റ്റ് നൈൽ മരണം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ച 13 വയസ്സുള്ള വിദ്യാർത്ഥിനിയുടെ മരണമാണ് വെസ്റ്റ് നൈൽ കാരണമെന്ന് റിപ്പോർട്ട് ലഭിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ചതായി അധികൃതർ പറഞ്ഞു. പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി ആർ ബിന്ദു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യം അപമാനകരമാണ്. സ്ത്രീകൾക്കെതിരെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്യാട്ടം 21-ന് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ സ്വയംഭൂവിൽ നടക്കും. വിവിധ ഇടങ്ങളിൽ നിന്ന് നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് പുറപ്പെടാനൊരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 60ഓളം നെയ്യമൃത് സംഘമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. ചൊക്ലി, നെടുമ്പ്രം, കുറ്റിപ്പുറം ശിവക്ഷേത്രത്തിൽ നിന്ന് വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത് വ്രതക്കാർ നെയ് നിറച്ച കലശപാത്രവും നെയ്ക്കിണ്ടികളുമായി നാളെ യാത്ര തിരിക്കും. നെടുമ്പ്രം, ചമ്പ്ര, വയലളം, വടകര, തിരുമന, കണ്ണൂക്കര, ലോകനാർക്കാവ്, എടച്ചേരി നോർത്ത്, ഓമനപ്പള്ളൂർ, കോടിയേരി തുടങ്ങിയ മഠങ്ങളിൽ നിന്നായി 130-ലധികം വ്രതക്കാർ കഴിഞ്ഞ 3 ദിവസമായി നെടുമ്പ്രം, വള്ളക്കണ്ടി, ഇളത്തേടത്ത് സങ്കേതങ്ങളിലായിട്ടാണ് തങ്ങുന്നത്. കുറ്റ്യാട്ടൂർ പാതിരിയാട് മഠത്തിൽ നിന്നുള്ള സംഘം നാളെ ഉച്ചയ്ക്ക് കൊട്ടിയൂരിലേക്ക് പുറപ്പെടും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. രാത്രി 7:30-ന് ബംഗളൂരുവിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ ചെന്നൈ 4-മതും ബംഗളൂരു 7-ാം സ്ഥാനത്തുമാണ്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിളിച്ച യോഗത്തിൽ മലബാറിലെ +1 സീറ്റ് വിഷയം ഉയർത്തി MSF പ്രതിഷേധം. സീറ്റ് മലബാറിന്റെ അവകാശമാണെന്നും മലബാർ കേരളത്തിലാണെന്നും എഴുതിയ ടീഷർട്ട് ഉയർത്തി സംസ്ഥാന സെക്രട്ടറി നൌഫലാണ് പ്രതിഷേധിച്ചത്. നൌഫലിനെ യോഗത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഹാളിന് പുറത്തുനിന്ന് പ്രതിഷേധിച്ചു. ഇതോടെ കന്റോൺമെന്റ് പോലീസ് എത്തി നൌഫലിനെ അറസ്റ്റ് ചെയ്തു. തൊഴിലാളി, യുവജന, വിദ്യാർത്ഥി, മഹിളാ പ്രസ്ഥാന പ്രതിനിധികളുമായാണ് യോഗം നടന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40-ന് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30-ന്റെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നാളെയും മറ്റന്നാളും ചുവപ്പ് ജാഗ്രത. വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം. മഞ്ഞപ്പിത്ത രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത കർശനമാക്കാൻ നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.